ഹായ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട. ഒരുപാട് നാൾക്ക് ശേഷം നമ്മൾ പുതിയൊരു ഡ്രാമയായിട്ട് വന്നേക്കുകയാണ്. ലവ് ലർക്കിംഗ്. ഇറ്റ് ഈസ് എ ചൈനീസ് ഡ്രാമ. ഗു നിയൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അവളാണ് നമ്മുടെ കഥയിലെ നായിക. ഒരു മിസ്റ്റീരിയസ് സാഹചര്യത്തിൽ അവൾ ഡ്രഗ് കാർട്ടലിനിടയിലേക്ക് അകപ്പെട്ടു പോവുകയാണ്. അവിടെയാണ് നമ്മുടെ നായകനുള്ളത്, മിസ്റ്റർ കെ. അവരുടെ സ്റ്റോറി എന്താകുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണ്. എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും കണ്ണ് കെട്ടിയ ഗൂനിയാനെയും കെയെയുമാണ് കാണിക്കുന്നത്. കുറച്ചൊരു ഇൻറ്റൻസ് സീൻ തന്നെയാണ്. അവളുടെ കൈയൊക്കെ കെട്ടിയിട്ട് കെ അവളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ ഡ്രസ്സ് നീ അഴിക്കണോ അതോ ഞാൻ തന്നെ അഴിക്കണോ? ഗൂനിയൻ അപ്പോൾ പറയും, നീ എന്തൊക്കെ ചെയ്താലും ഞാൻ അതൊരു പട്ടി കടിച്ചതായിട്ടേ കാണത്തുള്ളൂ. അപ്പോൾ അവൻ പറയും, നിന്റെ വാ വളരെ ടഫാണ്, പക്ഷേ നിന്റെ ബോഡി നല്ല സോഫ്റ്റാണ്. അവളിങ്ങനെ എതിർക്കുന്നുണ്ടെങ്കിലും അവൻ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കണ്ണിലെ കെട്ടഴിച്ചിട്ട് അവൻ പറയും, വെൽക്കം ടു തായ് സിറ്റി. എന്നിട്ട് ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത് 24 hours എഗോ എന്താണ് നടന്നത് എന്ന്. ഗൂനിയൻ ഡ്രൈവ് ചെയ്യാണ്, രാത്രിയായി. നീ പറഞ്ഞു തന്ന അഡ്രസ്സ് കറക്റ്റ് തന്നെയാണോ എന്ന് അവളെ ഫ്രണ്ടിനോട് വിളിച്ച് ചോദിക്കുകയാണ്. ഞാനിപ്പോൾ തായ് സിറ്റിയുടെ അടുത്താണുള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് പറയും, തായ് സിറ്റിയുടെ അടുത്താണോ, അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറയുമ്പോൾ കോള് ക്ലിയർ ആവാതെ കട്ടാകുകയാണ്. അപ്പോൾ തന്നെ അവളുടെ കാറിൻ്റെ ഫ്രണ്ടിലേക്ക് ഒരാൾ വന്ന് ചാടുകയാണ്. അയാളാണെങ്കിൽ റോഡിൻ്റെ നടുവിൽ ഇങ്ങനെ വീണ് കിടക്കുകയാണ്. അവൾ പേടിച്ചിട്ട് ഡോറ് തുറന്ന് ഒരു ചെറിയ കത്തിയായിട്ട് അയാളുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് അവനെ തിരിച്ച് നോക്കുമ്പോഴത്തേക്കും അയാളുടെ ബോഡി ഫുൾ ബ്ലഡ് സ്റ്റെയിൻ ആയിട്ട് കിടക്കുകയാണ്. അവളൊരു ഡോക്ടറാണല്ലോ, അപ്പോൾ അങ്ങനെ പൾസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ജീവനുണ്ട്. അങ്ങനെ ഷർട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വൂണ്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് നോക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ വൂണ്ടൊന്നുമില്ല. അപ്പോൾ അവൾക്ക് മനസ്സിലാവും ഇത് അയാളുടെ ബ്ലഡ് അല്ല, വേറെ ആരുടെയോ ആണ്. അത് നമ്മുടെ നായകനാണ് അവിടെ കിടക്കുന്നത്. അവൻ പെട്ടെന്ന് തന്നെ കണ്ണുറന്ന് നോക്കുമ്പോൾ അവൻ നേരെ കാണുന്നത് അവളുടെ കയ്യിലിരിക്കുന്ന ചെറിയ കത്തിയാണ്. അവനെ ഉപദ്രവിക്കാൻ വന്നതാണെന്ന് കരുതി അവൻ പെട്ടെന്ന് അവളുടെ കഴുത്തിൽ കയറി പിടിക്കും. അതിനിടയ്ക്ക് അവനെന്തോ പരിഭ്രാന്തനാകുന്നുണ്ട്. അപ്പോഴേക്കും അവൾ അവളുടെ തലയിലിരുന്ന ക്ലിപ്പ് എടുത്ത് അവൻ്റെ നെഞ്ചത്ത് കുത്തും. അപ്പോഴേക്കും അവൻ്റെ ബോധം പോവും. അവൾ ആകെ അമ്പരന്ന് പോവും, പെട്ടെന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കിയിട്ട്. ഉടനെ തന്നെ അവിടെ കുറേ ആൾക്കാർ ഓടിയെത്തുകയാണ്, ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അവരുടെ കയ്യിൽ ഗണ്ണും ഉണ്ടായിരുന്നു. അവർ ഫോണിൽ ആരോടോ സംസാരിക്കുന്നുണ്ട് ബ്ലൂടൂത്ത് വഴി. ഞങ്ങൾ കെയെ കണ്ടുപിടിച്ചു, കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ട് എന്ന് പറയും. അത് കഴിഞ്ഞ് അവളൊരു റൂമിൽ ബോധം കെട്ട് കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നേരത്തെ വന്ന ആ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട ഒരാൾ അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് അയാൾ. കേക്ക് ബോധം വരികയാണ്, അവൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഓക്കെ, ഇപ്പം എന്നെ വെറുതെ വിട്ടേക്ക്, എനിക്ക് കുറച്ച് കാര്യം ചെയ്യാനുണ്ട് ഇവിടെ എന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വരും. അവളിങ്ങനെ തൊടാനും പിടിക്കാനൊക്കെ വരുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് ഉറങ്ങുന്നതായിട്ട് നടിക്കുകയായിരുന്നു. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് അവൻ്റെ വൈറ്റൽ സ്പോട്ടിൽ കാലിൽ കുത്തുകയാണ്. അവൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് എങ്ങോട്ടേലും പോകണമെന്നും പറഞ്ഞ് കയറി ചെല്ലുന്നത് കെയുടെ റൂമിലേക്കാണ്. കെ അവിടെ ഒരാളെ കൊല്ലുന്നതാണ് അവൾ കാണുന്നത്. അത് കണ്ട് ഞെട്ടിയിട്ട് അവിടുന്ന് വേഗം അവൾ പുറത്തേക്ക് ഇറങ്ങാൻ ഓടുമ്പോൾ അവൻ വന്ന് ഡോർ അടയ്ക്കും. വീണ്ടും അവളുടെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്ന കത്തി കൊണ്ട് അവനെ കുത്താനായിട്ട് പോകുമ്പോൾ ഇത്തവണ പാളിപ്പോവും. അവൻ അവളെ ബലമായിട്ട് എന്നെ പിടിച്ചു നിർത്തും. അപ്പോൾ അവൾ എന്നെ വിടുമെന്ന് പറയുമ്പോഴത്തേക്കും, നീ ഇവിടുന്ന് മിണ്ടാതിരിക്കുക, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്നും പറഞ്ഞ് അവളുടെ വാ മൂടിക്കെട്ടുകയാണ്. ഡോറിനപ്പുറത്തെ ആൾക്കാരൊക്കെ, ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട ആൾക്കാരൊക്കെ അവളെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അപ്പോൾ പുറത്തുനിന്ന് സൗണ്ട് കേൾക്കുന്നത്, എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ കണ്ടുപിടിക്കണം, കെയുടെ ബോഡി അകത്ത് കിടക്കുകയാണ്. പക്ഷെ അതിലൊരാൾ, ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട ഒരാൾ ആ റൂമിലേക്ക് കയറി വരും. അയാൾ നോക്കുമ്പോൾ കെയുടെ ബോഡി മിസ്സിംഗ് ആണ്, കൂടെ ഉണ്ടായിരുന്ന ഒരാളെ അവൻ ഇടിച്ചിട്ടിട്ടുണ്ട് എന്നും പറയാണ്. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും കെ അവിടെ നിന്ന് ഒറ്റ ഇടി, അവൻ്റെ ബോധം പോവും. പോക്കറ്റിൽ കിടന്ന ഒരു കത്തി അവൻ കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് ഇവളോട് ചോദിക്കുകയാണ്, ആരാണ് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയും, ഞാൻ വഴിതെറ്റി വന്നതാണ്, അപ്പോഴാണ് നിന്നെ കണ്ടത്, ഞാൻ നിന്നെ രക്ഷിച്ചു എന്നിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവൻ ചോദിക്കും, നീ എന്നെ രക്ഷിച്ചതാണോ അതോ കൊല്ലാൻ ശ്രമിച്ചതാണോ? അവൾ പറയും, ഞാനങ്ങനെ അപ്പോൾ ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നീ ഡേഞ്ചറിലായി പോയേനെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അവരെന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ വഴി നോക്കിയിരുന്നു, എനിക്ക് തിരിച്ചു പോകാനുള്ള വഴി അറിയാം, എന്നെ വെറുതെ വിട്ടാൽ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടാം എന്നൊക്കെ അവനോട് പറയാണ്. കെ പറയും, അവർ ഡ്രഗ് ഡീലേഴ്സാണ്, നിനക്ക് ജീവൻ വേണമെങ്കിൽ എൻ്റെ കൂടെ നിന്നോ എന്നും പറഞ്ഞിട്ട് രണ്ടും കൂടി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട ആൾക്കാരെ കാണും. അവനങ്ങ് ഫൈറ്റ് തുടങ്ങും. അവനങ്ങ് കിടിലായിട്ട് ഫൈറ്റ് ചെയ്യും. അവളെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്ന ഒരാളെ അവൻ കിടിലായിട്ട് ഷൂട്ട് ചെയ്യും. അവിടെ ഉണ്ടായിരുന്ന ബ്ലാക്ക് ഡ്രസ്സുകാരെ എല്ലാം അവൻ അടിച്ചിട്ടു. പെട്ടെന്ന് അവന് ചെറുതായിട്ടൊന്ന് ക്ഷീണം വരികയാണ്. അപ്പോൾ അവൾ അവൻ്റെ അടുത്തേക്ക് ഓടി വരും. എന്നിട്ട് ചോദിക്കും, നീ ഓക്കെ ആണോ? അവൻ പറയും, നീ പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടോ, പൊക്കോ എന്ന് പറയും. അവളിങ്ങനെ പോകാതെ മടിച്ചു വെക്കുമ്പോൾ അവൻ പറയും, പൊക്കോ. അവൾ ഓടിപ്പോകാൻ ശ്രമിക്കുമ്പോഴത്തേക്കും വേറെ കുറേ ആൾക്കാർ ഗണ്ണുമായിട്ട് വരികയാണ്. അവരെല്ലാം അവൾക്ക് നേരെ ഗൺ പോയിന്റ് ചെയ്തേക്കുന്നത് കണ്ടിട്ട് കെ പറയും, ഗണ്ണ് താഴെയിട്. അപ്പോൾ അവരെല്ലാം അനുസരിക്കുകയാണ്. അതുകൊണ്ട് അവൾക്ക് കൺഫ്യൂസ്ഡ് ആവുകയാണ്, എന്താ നടക്കുന്നത്. അപ്പോഴേക്കും ആ കൂട്ടത്തിലെ അവരുടെ ബോസ് ഫ്രണ്ടിലോട്ട് വരികയാണ്. അവൻ ചോദിക്കും, കെ നീ ഇവരെല്ലാം ഒറ്റയ്ക്ക് അടിച്ചിട്ടോ? അപ്പോൾ കെ പറയും, നീ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അവൻ പറയും, ഇല്ല, നീ നോക്ക്, ഇതിനും കാട്ടിലും ആൾക്കാർ പുറത്തുണ്ടായിരുന്നു, ഞാൻ അവരെയൊക്കെ അടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നീ ഇപ്പം ജീവനോടെ ഉണ്ടാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?
അപ്പോൾ കെ തിരിച്ചു പറയും, ഞാൻ മനഃപൂർവ്വം അവരുടെ മുന്നിൽ ചെന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ നിനക്കിപ്പോൾ ഈ ഗുഡ്സൊക്കെ കിട്ടുമായിരുന്നോ? അവൻ പറയും, അതും ശരിയാണ്. അവന്മാർ നമ്മുടെ സാധനം അടിച്ചു മാറ്റാനായിട്ട് വന്നിരിക്കുന്നു. എത്ര ധൈര്യം ഉണ്ട് അവന്മാർക്ക്. അപ്പോൾ ആ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട ഒരാളിങ്ങനെ ഇടന്ന് ഇറങ്ങുന്ന കണ്ടിട്ട് ഉടനെ തന്നെ അവൻ ഷൂട്ട് ചെയ്യും. ഇത് കണ്ടിട്ട് അവളങ്ങ് പേടിക്കുകയാണ്. അപ്പോൾ അവൻ വന്ന് ഇവളോട് ചോദിക്കും, ഈ ചിക്കാരാണ്? ഞാൻ നിൻ്റെ ID പുറത്തെടുക്കുന്ന കാറിൽ നിന്നും കണ്ടുപിടിച്ചു. നീ ഇൻ്റർനാഷണൽ മെഡിക്കൽ ടീമിലെ ഒരു ഡോക്ടറാണല്ലേ? ഞാൻ ആദ്യം വിചാരിച്ചത് നിന്നെ ഫണ്ടിന് വേണ്ടി കൂടെ കൂട്ടാമെന്ന്. പക്ഷേ നിന്നെ കൂടെ കൂട്ടുന്നത് ചിലപ്പോൾ പ്രോബ്ലം ആയിരിക്കും ഉണ്ടാക്കുക. അപ്പോൾ അവൾക്ക് മനസ്സിലായി അവളെ കൊല്ലാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അവളുടനെ കീഴടുത്തേക്ക് നോക്കിയിട്ട് പറയും, ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ? അപ്പോൾ മറ്റേ പയ്യൻ പറയും, നീ ആക്ച്വലി രക്ഷിച്ചത് ഒരു ഡ്രഗ് ഡീലറെയാണ്. എന്നിട്ട് അവൻ കേക്ക് ഗണ്ണ് കൊടുത്തിട്ട് പറയും, നീയല്ലേ അവളെ കൊണ്ടുവന്നത്, നീ തന്നെ അവളെ ഷൂട്ട് ചെയ്തേക്ക്. അപ്പോൾ അവളാകെ പേടിച്ചിട്ട് പറയും, ഇല്ല, ഞാനൊരു ഡോക്ടറാണ്, എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടുന്നത് നിങ്ങൾക്ക് ചിലപ്പം ഹെൽപ്ഫുൾ ആയിരിക്കും, എന്നെ കൊല്ലരുത് പ്ലീസ്. മറ്റവൻ പറയും, നീ കൊന്നില്ലെങ്കിൽ അവളെ ഞാൻ കൊന്നോളാം. ഉടനെ തന്നെ ഗണ്ണ് വാങ്ങിക്കും. എന്നിട്ട് അവളുടെ നേരെ പോയിന്റ് ചെയ്യും. അവളാകെ പേടിച്ച് വരച്ച് കരഞ്ഞ് കണ്ണടക്കുകയാണ്. അതോടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദി സ്റ്റോറി പാണ്ട.